പണ്ടൊരിക്കൽ ലക്ഷ്മി എഴുതി മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഓടി വീട്ടിലേക്ക് കയറി. എന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, മാധവേട്ട, ആ മൂലയ്ക്ക് നിൽക്കുന്ന ഭിക്ഷക്കാരുണ്ടല്ലോ, ആൾ അന്ധനല്ല കേട്ടോ, എനിക്ക് തോന്നുന്ന ആൾ കള്ളനാണെന്ന്. അപ്പോൾ മാധവേട്ട നമ്പർ പോയിട്ട് ചോദിച്ചു, അതെന്താ നീ അങ്ങനെ പറയുന്നത്? അപ്പോൾ ലക്ഷ്മി എഴുതി പറഞ്ഞു, ഞാൻ ആൾക്ക് കുറച്ച് പണം കൊടുത്തു. അപ്പോൾ ആളെന്നോട് പറയാ, ഹേ സുന്ദരി, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന്. ആൾ അന്ധനാണെങ്കിൽ ആൾക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ സുന്ദരിയാണെന്ന്? അപ്പോൾ ഇത് കേട്ടപ്പോൾ മാധവേട്ടൻ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്കും സംശയം ഉണ്ടായിരുന്നു ആൾ അന്ധനാണോ അല്ലേന്ന്. പക്ഷെ ഇപ്പോൾ എനിക്ക് ഉറപ്പായി ആൾ അന്ധൻ തന്നെ. അല്ലാണ്ട് പിന്നെ നിന്നെ സുന്ദരി എന്ന് വിളിക്കാൻ വല്ല കാരണമുണ്ടോ? ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഈ ലോകത്ത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എന്ത് തന്നെ ആയാലും അതിന് അർത്ഥം നൽകുന്നത് നമ്മളാണ്. നമ്മൾ കാണുന്ന ഏതൊരു സാഹചര്യത്തിലും നമ്മൾ അർത്ഥം നൽകുന്നത് നമ്മുടെ ചിന്തയിൽ നിന്നാണ്. ഒരാളുടെ മനോഭാവം എങ്ങനെയാണോ അങ്ങനെയാണ് ആൾ ലോകത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു സാഹചര്യത്തിലും നല്ലൊരു കാഴ്ചപ്പാട് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയട്ടെ. അതിനുവേണ്ടി നമ്മളെപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കണം.